So next is data types. Data type means a notion for expressions and objects. A notion for expression and objects. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിലുള്ള വേരിയബിൾസ് എടുത്താലും ഒബ്ജക്റ്റ് എടുത്താലും അതിനൊരു ടൈപ്പ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്ക് നമ്മളൊരു ടൈപ്പ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും, ഇൻറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ട്. ദെൻ അപ്പോൾ ഈ ടൈപ്പിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് പ്രൊവൈഡ് ഇംപ്ലിസിറ്റ് കണ്ടക്ട്സ് ഫോർ മെനി ഓപ്പറേഷൻസ്. ചില ഓപ്പറേഷൻസിൽ ഇംപ്ലിസിറ്റ് ആയിട്ടായിരിക്കും ടൈപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ചില ഓപ്പറേഷൻസിൽ ടൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്പ്ലിസിറ്റ് ആയിട്ടായിരിക്കും. ഇംപ്ലിസിറ്റ് ഇൻ ദ സെൻസ് കമ്പൈലർ ആയിരിക്കും അവിടെ എന്ത് ടൈപ്പാണെന്ന് അവിടെ ഫിക്സ് ചെയ്യുന്നത്. എക്സ്പ്ലിസിറ്റ് ഇൻ ദ സെൻസ് പ്രോഗ്രാമർ സ്പെസിഫൈ ചെയ്യും ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് എന്താണ്. പ്രോഗ്രാമർ ആയിരിക്കും അവിടെ സ്പെസിഫൈ ചെയ്യുക. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. സിയിൽ ഒരു എക്സ്പ്രഷൻ എടുക്കുകയാണ്, A+B. A+Bയിൽ എയും ബിയും ഇൻറ്റ് ആണെന്ന് പ്രോഗ്രാമർ ഇതെല്ലാം പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. Explicit type conversion is specified by the programmer itself in the program. Then implicit operations എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ന്യൂ പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ, ടാസ്കിൽ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ഈസ് എ ഡൈനമിക് ഓപ്പറേറ്റർ. ഡൈനമിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് ന്യൂ. ഹിയർ പി ഈസ് എ പോയിന്റർ which points to a particular object. അപ്പോൾ ആ പി പോയിന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് എത്ര സൈസ് ആണോ വേണ്ടത് ആ റൈറ്റ് എമൗണ്ട് ഓഫ് സൈസ് അലോക്കേറ്റ് ചെയ്യും. അലോക്കേറ്റ് ചെയ്യുന്നത് ഇംപ്ലിസിറ്റ് ആയിട്ടായിരിക്കും അലോക്കേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കമ്പൈലർ തന്നെ അതങ്ങ് അലോക്കേറ്റ് ചെയ്തോളും ഡ്യൂറിങ് ദ റൺ ടൈമിൽ തന്നെ അത് കമ്പൈലർ തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ എത്ര സൈസ് അലോക്കേറ്റ് ചെയ്യണമെന്നുള്ള പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഡസ് നോട്ട് ഹാവ് ടു സ്പെസിഫൈ. ദാറ്റ് ഈസ് കോൾഡ് ഇംപ്ലിസിറ്റ്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമർ തന്നെ പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ടൈപ്പ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് പ്രോഗ്രാമർ തന്നെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് എക്സ്പ്ലിസിറ്റ്. ഇനി ഇംപ്ലിസിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ചില കേസിൽ ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം, ചില കേസിൽ കമ്പൈലർ തന്നെ ഇറ്റ്സെൽഫ് എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് കമ്പൈലർ തന്നെ അതങ്ങ് സെറ്റ് ചെയ്യും. അതിന് എക്സാമ്പിളാണ് ന്യൂ ഓപ്പറേറ്റർ. ഡൈനമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യും, ആ റൈറ്റ് സൈസ് മെമ്മറി അങ്ങ് അലോക്കേറ്റ് ചെയ്യും. ആ റൈറ്റ് സൈസ് എന്താണെന്നുള്ള പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ദാറ്റ് ഈസ് കോൾഡ് ഇംപ്ലിസിറ്റ്. ദെൻ നെക്സ്റ്റ് ഇസ് ടൈപ്പ് ലിമിറ്റ്. ടൈപ്പ് ലിമിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൽ ഇപ്പോൾ സൈൻഡ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ റേഞ്ച് നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റേഞ്ച് വിൽ ബി ബിറ്റ്വീൻ 128 to +127. മിനിമം വാല്യൂ വിൽ ബി 128 ആൻഡ് മാക്സിമം വാല്യൂ വിൽ ബി 127. സോ ഈ ഒരു റേഞ്ചിനകത്തായിരിക്കണം ക്യാരക്ടറിൻ്റെ വാല്യൂ റേഞ്ചസ് വിൽ ബി ബിറ്റ്വീൻ ദീസ് റേഞ്ച്. അത് നേരത്തെ തന്നെ പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണോ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂസൊക്കെ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ ടൈപ്പ് ലിമിറ്റ് വെച്ചിട്ടാണ്. നെക്സ്റ്റ് ഇസ് ടൈപ്പ് സിസ്റ്റം. ടൈപ്പ് സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ ടൈപ്പ് എങ്ങനെ ഡിഫൈൻ ചെയ്യണം, ഹൗ ടു ഡിഫൈൻ എ ടൈപ്പ്. ഇനി നമ്മളൊരു ടൈപ്പ് ഡിഫൈൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ എ എന്ന് പറഞ്ഞ വേരിയബിളിന് ഇൻറ്റ് എന്ന് പറഞ്ഞ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ, അങ്ങനെ ഒരു ടൈപ്പ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. ദാറ്റ് ഇസ് കോൾഡ് ടൈപ്പ് സിസ്റ്റം. അതായത് നമ്മളൊരു ടൈപ്പ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഫോളോ സം സെറ്റ് ഓഫ് റൂൾസ്. ദാറ്റ് ഇസ് കോൾഡ് ടൈപ്പ് സിസ്റ്റം. ഇനി ടൈപ്പ് ചെക്കിംഗ് മീൻസ്, അപ്പോൾ ടൈപ്പ് ചെക്കിംഗ് മീൻസ് പ്രോഗ്രാമർ എഴുതിയ പ്രോഗ്രാം ആ ഒരു പെർട്ടിക്കുലർ റൂൾസ് ടൈപ്പ് സിസ്റ്റത്തിൽ പറഞ്ഞല്ലോ, ഒരു വേരിയബിളിന് ഒരു ടൈപ്പ് നമ്മൾ ഡിനോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഫോളോ സം റൂൾസ്. അപ്പോൾ ടൈപ്പ് ചെക്കിങ്ങിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എഴുതിയ പ്രോഗ്രാം ആ പറയുന്ന സെറ്റ് ഓഫ് റൂൾസ് എല്ലാം ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് അവിടെ ടൈപ്പ് ചെക്കിംഗ്. ഈ ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മൊഡ്യൂൾ ഇൻ കമ്പൈലർ. അപ്പോൾ കമ്പൈലർ ഉള്ള ഒരു മൊഡ്യൂളാണ് ടൈപ്പ് ചെക്കർ.
കമ്പൈലറാണ് ആക്ച്വലി ഈ ഒരു ടൈപ്പ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് പെർഫോം ചെയ്യുന്നത്, ആ ഒരു ഓപ്പറേഷൻ നമ്മുടെ പ്രോഗ്രാമിൽ പെർഫോം ചെയ്യുന്നത് കമ്പൈലറാണ്. അപ്പോൾ ടൈപ്പ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു ഒരു ഡേറ്റയ്ക്ക് ഒരു ടൈപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഫോളോ സം റൂൾസ്. ആ റൂൾസ് ഒക്കെ കറക്റ്റായിട്ട് നമ്മുടെ പ്രോഗ്രാം ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ആര്? ടൈപ്പ് ചെക്കിംഗ്. നമ്മൾ ആ റൂൾസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വേരിയബിൾസിൻ്റെ ടൈപ്പ് ആ റൂൾസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ടൈപ്പ് ക്ലാഷ്. ദെൻ ടൈപ്പ് ചെക്കിംഗ് ഇസ് ഡൺ ബൈ കമ്പൈലർ. ടൈപ്പ് ചെക്കിംഗ് രണ്ട് രീതിയിൽ ചെയ്യും. സ്റ്റാറ്റിക്കലി ടൈപ്പ് ചെക്കിങ്ങും ഉണ്ട്, ഡൈനമിക് ടൈപ്പ് ചെക്കിങ്ങും ഉണ്ട്. സ്റ്റാറ്റിക് ടൈപ്പ് ചെക്കിംഗ് മീൻസ് ദാറ്റ് ടൈപ്പ് ചെക്കിംഗ് ഇസ് പെർഫോംഡ് അറ്റ് കമ്പൈൽ ടൈം. അതിന് എക്സാമ്പിളാണ് അഡ ലാംഗ്വേജ്, പാസ്കൽ, സി, ജാവ ലാംഗ്വേജസ് ഒക്കെ. ടൈപ്പ് ചെക്കിംഗ് പെർഫോം ചെയ്യുന്നത് കമ്പൈൽ ടൈമിലാണ്. ദെൻ ഇനി ഡൈനമിക് ടൈപ്പ് ചെക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ടൈപ്പ് ചെക്കിംഗ്, അതായത് നമ്മളുടെ പ്രോഗ്രാം റൂൾസ് വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് റൺ ടൈമിലായിരിക്കും അത് ചെക്ക് ചെയ്യുന്നത്. ടൈപ്പ് ചെക്കിംഗ് ഇസ് ഡൺ അറ്റ് റൺ ടൈം. ദാറ്റ് ഇസ് കോൾഡ് ഡൈനമിക് ടൈപ്പ് ചെക്കിംഗ്. അതിന് എക്സാമ്പിൾസ് ആണ് സ്മോൾ ടോക്ക്, ലിസ്പ് ലാംഗ്വേജസ്. So there are different meanings for types. First one is denotational. Denotational means there is a set of values. ആ വാല്യൂസ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അത് എന്ത് ടൈപ്പ് ആണെന്നുള്ളത്. ഇപ്പോൾ 5 എന്ന് കൊടുത്താൽ ഇറ്റ് മേ ബി ഇൻറ്റ്. ഇപ്പോൾ 5.6 എന്നാണെങ്കിൽ ഇറ്റ് ഇസ് എ ഫ്ലോട്ട്. സോ ആ വാല്യൂ ആയിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തായിരിക്കണം അതിൻ്റെ ടൈപ്പ് എന്നുള്ളത്. ദാറ്റ് ഇസ് കോൾഡ് ഡീനോട്ടേഷണൽ ടൈപ്പ്. നെക്സ്റ്റ് ഇസ് കൺസ്ട്രക്റ്റീവ് ടൈപ്പ്. Constructive type എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് primitive data structures like int, character, boolean, real. Then predefined data types അഥവാ primitive data types like integer, character, bool, real. Then composite type like record, array, set, etc. That is called constructive type. Abstraction type means a type is an interface consisting of a set of operations with well-defined and mutually consistent semantics. A type is an interface consisting of a set of operations with well-defined semantics. For example, നോക്കാം. Value v equal to I. Here I is an integer. കണ്ടോ? അപ്പോൾ I എന്താണ്? ഇൻറ്റീജർ ആണെന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിൽ തന്നെ ഇറ്റ് ഇസ് വെൽ ഡിഫൈൻഡ്. അപ്പോൾ ഐ ചെയ്യുന്ന ഓപ്പറേഷൻസിൽ ക്യാരി ഔട്ട് ചെയ്യുന്നതെല്ലാം ഇൻറ്റീജർ വാല്യൂസ് ആയിരിക്കാം. സോ ദ വാല്യൂസ് അബ്സ്ട്രാക്ഷനകത്ത് വാല്യൂസ് ഇസ് ഓൾവേസ് കോൺക്രീറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. അതായത് വാല്യൂ എങ്ങനത്തെ വാല്യൂ ആണെന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിൽ തന്നെ ക്ലിയർലി ഡിഫൈൻഡ് ആണ്. ദറ്റ് ഇസ് കോൾഡ് അബ്സ്ട്രാക്ഷൻ. ദെൻ നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്സ്. First classification is numeric types. First one is fixed type. Fixed type means we are representing non-decimal values, fixed numbers. Then decimal type, which holds decimal values. Then discrete or ordinal type, which carries integer, boolean, character. Boolean means it may be either true or false. Then scalar types are simple types. Example ആണ് enumeration, arrays, അതൊക്കെ. Next is enumeration type. Enumeration type means it consists of a set of named elements. Enum Wednesday. The named elements will be Sunday, Monday, Tuesday, Wednesday and Thursday. അതായത് അതിനകത്ത് enumൽ വരുന്ന സെറ്റ് ഓഫ് വാല്യൂസ് നമ്മൾ പ്രോഗ്രാമിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. These values are represented by small integers which starts from 0. So Sunday will be 0, Monday 1, Tuesday 2, Wednesday 3 and Thursday 4. Then next is subrange type. Subrange type means subrange type is first introduced in Pascal language. Subrange type consists of values of a continuous subset of values. It consists of continuous subset of values of discrete base type. Example നോക്കുകയാണെങ്കിൽ type test score 0 to 100. That is ranges will be between 0 and 100. 0 is a lower bound and 100 is a upper bound. Then workday. Here the subrange will be between Monday and Friday. So the lower is Monday and higher bound is Friday. That is called subrange type. അതായത് നമുക്കൊരു കണ്ടിന്യൂസ് സബ്സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് അത് വെച്ച് ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നമ്മൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ നമ്മൾ അങ്ങനെ ഫുൾ എഴുതി കൊടുക്കേണ്ട കാര്യം ഇല്ല.
അപ്പോൾ ഇനുമറേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന റേഞ്ച് ഓഫ് വാല്യൂസ് ഫുൾ അതിനകത്ത് എഴുതും. ഇനം കേളി ബ്രേസസിനകത്ത് നമ്മളുടെ ആ സെറ്റ് ഓഫ് വാല്യൂസ് ഫുൾ ആ ബ്രാക്കറ്റ്സിൽ എഴുതും. പക്ഷേ സബ് റേഞ്ച് ടൈപ്പിലാകുമ്പോൾ നമുക്ക് ആ ഫുൾ വാല്യൂസ് അതിൽ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ലോവർ വാല്യൂ ഹയർ വാല്യൂ മാത്രം പറഞ്ഞിരുന്നാൽ മതി. ദാറ്റ് ഇസ് കോൾഡ് സബ് റേഞ്ച് ടൈപ്പ്. നെക്സ്റ്റ് ഇസ് കോമ്പോസിറ്റ് ടൈപ്പ് ഓർ കൺസ്ട്രക്റ്റഡ് ടൈപ്പ് ഓർ നോൺ സ്കേലാർ ടൈപ്പ്. അതിന് എക്സാമ്പിളാണ് റെക്കോർഡ്, വേരിയൻറ്റ് റെക്കോർഡ്, അറേസ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ലെക്ചേഴ്സിൽ കാണാം. Then so composite type or constructed type or non-scalar type an example ആണ് record, variant, arrays, set, pointers, list, file, etc. Then next is orthogonality. ഇപ്പോൾ ഈ പറയുന്ന സെറ്റും പോയിന്റേഴ്സും ലിസ്റ്റും ഫയലും അറേസ് റെക്കോർഡ്സ് ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ ബ്രീഫായിട്ട് നോക്കാം. നെക്സ്റ്റ് ഓർത്തോഗണാലിറ്റി നമ്മൾ ഇതിന് മുന്നേ ഉള്ള പ്രീവിയസ് ലെക്ചറിൽ കണ്ടതാണ്. ഓർത്തോഗണാലിറ്റി മീൻസ് വി ആർ കമ്പൈനിങ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ടു എ സിംഗിൾ ഫീച്ചർ. ദാറ്റ് ഇസ് കോൾഡ് ഓർത്തോഗണാലിറ്റി. ഓർത്തോഗണാലിറ്റിക്ക് എക്സാമ്പിളും നമ്മൾ കണ്ടതാണ്. സോ ഇൻ ഓർത്തോഗണാലിറ്റി വി ആർ കമ്പൈനിങ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ടു എ സിംഗിൾ ഫീച്ചർ. ദാറ്റ് ഇസ് കോൾഡ് ഓർത്തോഗണാലിറ്റി. ദെൻ ഓർത്തോഗണാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് പാസ്കൽ, ഫോർട്രാൻ, etc. ഓർത്തോഗണാലിറ്റിക്ക് എക്സാമ്പിളും നമ്മൾ കണ്ടതാണ്. A greater than B. If this condition is true, then either A is get executed or set B is if A less than B എന്ന കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ A get executed, false ആണെന്നുണ്ടെങ്കിൽ B get executed. അപ്പോൾ നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഈ ഒരു സിംഗിൾ ലൈൻ ഒറ്റ ലൈനിൽ നമ്മൾ എഴുതി അങ്ങ് തീർക്കുകയാണ്. ഡിഫറെൻറ്റ് കൺസ്ട്രക്ട്സ് നമ്മൾ ഒരു സിംഗിൾ ലൈനിൽ എഴുതി വെക്കുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് ഓർത്തോഗണാലിറ്റി. അത് പ്രീവിയസ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓർത്തോഗണാലിറ്റിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു യൂസ്. ദാറ്റ് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് ഓർത്തോഗണാലിറ്റി. ഓർത്തോഗണാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഫീച്ചറാണ് അഗ്രിഗേറ്റ്. ഓർത്തോഗണാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഫീച്ചറാണ് അഗ്രിഗേറ്റ്. അഗ്രിഗേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് സ്പെസിഫൈ ദ വാല്യൂസ്. വാല്യൂസ് സ്പെസിഫൈഡ് ആയിരിക്കും. That is called aggregate. Composite literals are also called aggregate. അപ്പോൾ അഗ്രിഗേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it uses static data structure. That is വാല്യൂസ് നേരത്തെ തന്നെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. ആ പെർട്ടിക്കുലർ വേരിയബിൾസ് ഹോൾഡ് ചെയ്യുന്ന വാല്യൂസ് നേരത്തെ തന്നെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് അഗ്രിഗേറ്റ്. അഡാ ലാംഗ്വേജസ് അഗ്രിഗേറ്റ് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ അഗ്രിഗേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? വാല്യൂസ് അതിൽ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചറാണ്, വാല്യൂസ് അതിൽ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് അഗ്രിഗേറ്റ്. വാല്യൂസ് സ്പെസിഫൈഡ് ആയിരിക്കും. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ടൈപ്പ് റെക്കോർഡ് ഇസ് റെക്കോർഡ്, then name and the string ranges between 1 to 10. Then age type is integer. End of record. Then റെക്കോർഡിൻ്റെ പേരാണ് person, p and q. p.q person. So this person is of type record അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് അഗ്രിഗേറ്റ്സ് വെച്ച് എങ്ങനെ എഴുതാം? അഗ്രിഗേറ്റ്സ് മീൻസ് വി ഷുഡ് ഇനിഷ്യലൈസ് ദി വാല്യൂസ്. നമ്മൾ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കണം. സോ ഇവിടെ പിക്ക് വേണ്ടി നമ്മൾ എന്ത് കൊടുത്തു? നെയിം എന്താണെന്നുള്ള വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ ഏജ് 37. ഈ ഒരു ഫോമാറ്റിൽ എഴുതാം. വേറൊരു ഫോമാറ്റ് എന്താണ്? ദെൻ ക്യൂവിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഏജ് 36. ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ക്യൂവിന് വേണ്ടിയിട്ട് വേറൊരു രീതിയിൽ നമുക്ക് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാം. ഏജ് is assigned the value 36 and name is literally assigned the value John Dio. That is another way of initialization. അപ്പോൾ അഗ്രിഗേറ്റിൻ്റെ ഒരു ഫോമാണിത്. അഗ്രിഗേറ്റ്സ് വെച്ച് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നതിൻ്റെ വേറൊരു ഫോമാണ് ഇത്. അഡാ ലാംഗ്വേജിലെ അറേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. എ ബി അറേ 1 to 10 ഓഫ് ഇൻറ്റീജർ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് അഗ്രിഗേറ്റ്സ് വെച്ച് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ കണ്ടോ, എക്ക് വേണ്ടിയിട്ട് വാല്യൂസ് എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്തത്? ആ 10 വാല്യൂസ് 1 to 10, അതായത് ഹോൾ 10 വാല്യൂസ് അല്ലേ? അപ്പോൾ എയിൽ ഹോൾഡ് ചെയ്യുന്ന ആ 10 വാല്യൂസ് നമ്മൾ
ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ദാറ്റ് ഈസ് എ ഫോം ഓഫ് അഗ്രിഗേറ്റ്. ദെൻ ഇനി ഈ സെയിം അറേയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാം. ഇനി വേറൊരു രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യാം. നോക്കിക്കോ, അതിൽ അവിടെ എങ്ങനെ ചെയ്തിരിക്കുന്നത്, അറേ 1 to 10 ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഇറ്റ് ഇസ് 1, ദെൻ തേർഡ്, ഫിഫ്ത്ത് ആൻഡ് സെവൻത്ത് പൊസിഷൻ, അറേയിൽ തേർഡ് പൊസിഷനും ഫിഫ്ത്ത് പൊസിഷനും സെവൻത്ത് പൊസിഷനിലും ഹോൾഡ് ചെയ്യുന്ന വാല്യൂ എന്താണ്, 3 ആണ്. ബാക്കി എല്ലാ പൊസിഷനിലും ഹോൾഡ് ചെയ്യുന്ന വാല്യൂ 0 ആണ്. ഇറ്റ് ഇസ് എ ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ. കണ്ടോ, ഇറ്റ് ഇസ് എ ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ യൂസിങ് അഗ്രിഗേറ്റ്. അതായത് നമ്മൾക്ക് അറേയിൽ ചില പൊസിഷൻസ് സെയിം വാല്യൂ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ നൊട്ടേഷൻ എഴുതാനായിട്ട് പറ്റും. 3, 5 and 7th പൊസിഷൻ കണ്ടോ, 3, 5 and 7th പൊസിഷൻ is holding the value 3. First position is holding the value 1. Then other positions are holding 0. ഇങ്ങനെ ഷോർട്ട് ഹാൻഡ് ആയിട്ട് നമുക്ക് അഗ്രിഗേറ്റ്സ് എഴുതാനായിട്ട് പറ്റും. അഗ്രിഗേറ്റ്സിൻ്റെ വാല്യൂ ലിറ്ററലി എഴുതാനായിട്ട് പറ്റും. സോ അഗ്രിഗേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, പൊസിഷണലാണ്. പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ 1 എന്നാണ് ആദ്യം എഴുതുന്നുണ്ട്, അത് ഫസ്റ്റ് പൊസിഷനിലുള്ളതാണ്. ദെൻ 0 ലാസ്റ്റ് എഴുതുന്നത് അത് ലാസ്റ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ആണ്. സോ അഗ്രിഗേറ്റ്സ് മീൻസ് ഇറ്റ് ഇസ് എ ഫീച്ചർ ഇൻ ഓർത്തോഗണാലിറ്റി. അഗ്രിഗേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്, ഇൻ അഗ്രിഗേറ്റ്സ് വി ഷുഡ് ഇനിഷ്യലൈസ് എ വാല്യൂ സ്റ്റാറ്റിക്കലി. വാല്യൂസ് നേരത്തെ തന്നെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവണം. വാല്യൂസ് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് ആണ് ഈ കണ്ടത്. ഈ രീതിയിൽ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാം, ഈ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യാം, ഈ രീതിയിൽ ചെയ്യാം, ഈ രീതിയിൽ ചെയ്യാം. നെക്സ്റ്റ് ഇസ് ടൈപ്പ് ചെക്കിങ്. ടൈപ്പ് ചെക്കിങ് മീൻസ് ടൈപ്പ് സിസ്റ്റം എന്തായിരുന്നു, ടൈപ്പ് സിസ്റ്റം മീൻസ് നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ വി ഷുഡ് ഒബേ സം റൂൾസ് അല്ലേ. നമ്മൾ കുറച്ച് റൂൾസ് ഒബേ ചെയ്യണം. ആ റൂൾസ് എന്തൊക്കെയാണ്, ടൈപ്പ് ഇക്വാലൻസ്, ടൈപ്പ് കോമ്പാറ്റബിലിറ്റി, ടൈപ്പ് ഇൻഡിഫറൻസ്, ടൈപ്പ് കൺവേർഷൻ, ടൈപ്പ് കൊയേർഷൻ ആൻഡ് നോൺ ടൈപ്പ് കാസ്റ്റിംഗ്. ഇത്രയാണ് സെറ്റ് ഓഫ് റൂൾസ് വി ഷുഡ് ഒബേ വൈൽ റൈറ്റിംഗ് എ പ്രോഗ്രാം. അപ്പോൾ ഈ റൂൾസ് ഒക്കെ നമ്മൾ ഒബേ ചെയ്യുന്നുണ്ടോ അതോ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ ടൈപ്പ് ചെക്കർ. ടൈപ്പ് ചെക്കർ അത് ചെക്ക് ചെയ്യും. അപ്പോൾ ടൈപ്പ് സിസ്റ്റം എന്താണ്, നമ്മൾ എഴുതുന്ന ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഫോളോ സം റൂൾസ്. അതിൽ ഫസ്റ്റ് റൂളാണ് എന്ത്, ടൈപ്പ് ഇക്വാലൻസ്. ഫസ്റ്റ് റൂൾ ഇസ് ടൈപ്പ് ഇക്വാലൻസ്. അപ്പോൾ നമുക്ക് ടൈപ്പ് ഇക്വാലൻസ് എന്താണെന്നുള്ളത് നോക്കാം. ടൈപ്പ് ഇക്വാലൻസ് മീൻസ് വെൻ ആർ ദി ടൈപ്സ് ഓഫ് ടു വാല്യൂസ് ദി സെയിം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. ഫസ്റ്റ് നമുക്ക് നെയിം ഇക്വാലൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ എക്സാമ്പിൾ നോക്കിയേ, ടൈപ്പ് T1 array 0 of 10 of char, type T2 array 0 of 10 of char. That means T1 ഉം T2 എന്ന് പറയുന്നത് is of same type character. That is called name type equivalence. So name equivalent means ഇവിടെ കണ്ടോ, ടൈപ്പ് T1 and T2, T1ൻ്റെയും T2യുടെയും ടൈപ്പ് എന്താണ്, ക്യാരക്ടർ തന്നെയാണ്. ദാറ്റ് ഇസ് കോൾഡ് നെയിം ടൈപ്പ് ഇക്വാലൻസ്. നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ഇസ് സ്ട്രക്ചറൽ ഇക്വാലൻസ്. സ്ട്രക്ചറൽ ഇക്വാലൻസിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ കണ്ടന്റ് ശ്രദ്ധിച്ചേ, ഇവിടെ T1 എന്ന് പറഞ്ഞ റെക്കോർഡ് എടുത്താലും T2 എന്ന് പറഞ്ഞത് എടുത്താലും ദ കണ്ടന്റ് ഇസ് സെയിം. കണ്ടോ, റെക്കോർഡ് എന്ന് പറഞ്ഞ റെക്കോർഡിൻ്റെ കണ്ടന്റ് ഇസ് സെയിം. ദാറ്റ് ഇസ് റെക്കോർഡിൻ്റെ കണ്ടന്റ് അഥവാ അതിൻ്റെ സ്ട്രക്ചർ ഇസ് സെയിം. ദാറ്റ് ഇസ് കോൾഡ് സ്ട്രക്ചറൽ ഇക്വാലൻറ്റ്. Sorry. So here T1 and T2 is of type record. A record in the content, the structure is same. That is called structural type equivalent. So type checking എന്ന് വെച്ചാൽ എന്താണ്, കമ്പൈലർ ആണ് ടൈപ്പ് ചെക്കിംഗ് പെർഫോം ചെയ്യുന്നത്. കമ്പൈലർ ടൈപ്പ് ചെക്കിങ്ങിൽ നമ്മളിപ്പോൾ ഇൻറ്റിൻ്റെ റേഞ്ച്, ഷോർട്ട് ഇൻറ്റിൻ്റെ റേഞ്ച് +127 -127 to +127 ഈ റേഞ്ചിനകത്തുള്ള വാല്യൂസാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റൂൾസ് എല്ലാം ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ദാറ്റ് ഇസ് ഡൺ ബൈ ടൈപ്പ് ചെക്കർ. അപ്പോൾ ടൈപ്പ് ചെക്കർ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാ റൂൾസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതിൽ ചെക്ക് ചെയ്യുന്ന ഫസ്റ്റ് റൂളാണെന്ത്, ടൈപ്പ് ഇക്വാലൻസ്. ടൈപ്പ് ഇക്വാലൻസ് എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടു. ടൈപ്പ് ഇക്വാലൻസിൽ 2 ഇതുണ്ട്. നെയിം ഇക്വാലൻസും ഉണ്ടായിരുന്നു, സ്ട്രക്ചറൽ ഇക്വാലൻസും ഉണ്ടായിരുന്നു. നെയിം ഇക്വാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ബോത്ത് ദി
variables are using the same type, then it is called name equivalence. Name equivalence is supported by Java and C# language. Structural equivalence means is based on the content type of definition. നമ്മൾ നേരത്തെ റെക്കോർഡിൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടല്ലോ, ആ റെക്കോർഡിൻ്റെ ടൈപ്പ് അവിടെ നമ്മൾ കണ്ട എക്സാമ്പിൾ എന്താണ്? ടി ഈസ് ഓഫ് ടൈപ്പ് റെക്കോർഡ്, അതുപോലെ യു ഈസ് ഓഫ് ടൈപ്പ് റെക്കോർഡ്. അപ്പോൾ ടീൻ്റെ യുവിൻ്റെ റെക്കോർഡിൻ്റെ സ്ട്രക്ചർ കണ്ടന്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ ദറ്റ് ഇസ് കോൾഡ് സ്ട്രക്ചറൽ ഇക്വാലൻസ്. സ്ട്രക്ചറൽ ഇക്വാലൻസ് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് ആൽഗോൾ 68 ആൻഡ് മോഡുലാർ 3. Then variants of name equivalence. Type, new type equal to old type. Here new type എന്ന് പറയുന്നതാണ്. Here new type is an alias of old type. അവിടെ സ്ട്രിക്റ്റ് നെയിം ഇക്വാലൻസ് ഉണ്ട്. സ്ട്രിക്റ്റ് നെയിം ഇക്വാലൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾഡ് ടൈപ്പും ന്യൂ ടൈപ്പും ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് കോൾഡ് സ്ട്രിക്റ്റ് നെയിം ഇക്വാലൻസ്. ദെൻ ഈ ഓൾഡ് ടൈപ്പിൻ്റെയും ന്യൂ ടൈപ്പും ഇക്വാലൻ്റ് ആണ്, സെയിം ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് കോൾഡ് ലൂസ് നെയിം ഇക്വാലൻറ്റ്. അപ്പോൾ സ്ട്രിക്റ്റ് നെയിം ഇക്വാലൻസ് മീൻസ് ഓൾഡ് ടൈപ്പിൻ്റെയും ന്യൂ ടൈപ്പിൻ്റെയും ടൈപ്പ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് സ്ട്രിക്റ്റ് നെയിം ഇക്വാലൻസ്. ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് നെയിം ഇക്വാലൻസ്. ഓൾഡ് ടൈപ്പ് ആൻഡ് ന്യൂ ടൈപ്പിൻ്റെ ടൈപ്പ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ, ഇക്വാലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് കോൾഡ് ലൂസ് നെയിം ഇക്വാലൻറ്റ്. Next is type compatibility. Type compatibility means when can a value of A can be used in context that expects type B. An example വെച്ച് നോക്കാം. Here variable A is an integer, then B and C is of real type. ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത് C is equal to A plus B. അപ്പോൾ A integer ആണ്, B റിയൽ ആണ്. സോ ഇവിടെ നമ്മൾ സിയിൽ അസൈൻ ആവാൻ പോകുന്ന വാല്യൂ, അപ്പോൾ A is of type integer and B is of type real. സിയുടെ ടൈപ്പ് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്നത് റിയൽ എന്നാണ്. സോ റിയൽ എന്ന് പറഞ്ഞ ഈ ടൈപ്പിൽ നമ്മൾക്ക് ഇൻറ്റിനെയും നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും, റിയൽ ടൈപ്പിനെയും നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഓക്കർ ചെയ്യത്തില്ല. ബിക്കോസ് സിക്ക് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഇസ് ലാർജർ ദാൻ സിൻ്റെ മെമ്മറീസ്. സിയുടെ ടൈപ്പ് അതായത് എയുടെ ടൈപ്പിനെക്കാട്ടി ലാർജർ ടൈപ്പാണ് സി. എയുടെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ് ആണ്, സിയുടെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ റിയൽ ആണ്. സോ എയുടെ ടൈപ്പിനെക്കാട്ടി ലാർജർ ടൈപ്പാണ് സി. സോ ഇവിടെ സിയിൽ വാല്യൂ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും, ഒരു ഡെസിമൽ വാല്യൂ തന്നെ ഹോൾഡ് ചെയ്യാൻ. ഡെസിമൽ ആയാലും സിയിൽ നമുക്ക് ഇൻറ്റീജർ വാല്യൂ ഹോൾഡ് ചെയ്യാൻ പറ്റും, ഡെസിമൽ വാല്യൂയും ഹോൾഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് കോൾഡ് കൊയർഷൻ. അപ്പോൾ കൊയർഷനിൽ കമ്പൈലറിന് വേണമെങ്കിൽ ഈ എ എന്നുള്ള ഇൻറ്റീജർ ആണല്ലോ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ആ എയിനെ കമ്പൈലറിന് കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിൽ കമ്പൈലറിന് എന്ത് ചെയ്യാം, അതിനെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് റിയലിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെയിം ടൈപ്പ് ബിയുടെയും സിയുടെയും അതേ ടൈപ്പിലേക്ക് എയിനെ കൺവേർട്ട് ചെയ്യാം. ഇവിടെ എയിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? എയുടെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. സിൻ്റെ ടൈപ്പ് ഇസ് ലാർജർ. സിൻ്റെ ടൈപ്പ് ഇസ് ലാർജർ വെൻ കമ്പയർഡ് വിത്ത് എ. ആ സമയത്ത് ഇപ്പോൾ എയുടെ ടൈപ്പ് റിയലും സിൻ്റെ ടൈപ്പ് ഇൻറ്റു ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പോസിബിൾ, ചില കേസിൽ അത് പോസിബിൾ ആവണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ടൈപ്പ് ചെക്കിങ്ങിൽ ഓൾവേസ് ആ ഒരു പെർട്ടിക്കുലർ റേഞ്ചിനകത്താണോ എന്ന് ചെക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇവിടെ പക്ഷേ എന്താണ് ടൈപ്പ് ചെക്കിങ്ങിൽ ആ ഒരു റേഞ്ചിൻ്റെ പ്രോബ്ലം, റേഞ്ച് ഓഫ് വാല്യൂസിൻ്റെ പ്രോബ്ലം വരില്ല. ബിക്കോസ് സി എന്ന് പറഞ്ഞാൽ ഇസ് ഓഫ് ടൈപ്പ് റിയൽ. സോ ആ ഒരു റിയലിനകത്ത് നമുക്ക് ഇൻറ്റീജർ വാല്യൂവിനെയും കൂടെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ടൈപ്പ് കൊയർഷനിൽ എനിക്ക് എന്ത് ചെയ്യാം, കമ്പൈൽ ടൈമിൽ ബിൻ്റെ സിയുടെ അതേ ടൈപ്പിലോട്ട് എയിനെ കൂടെ ഓട്ടോമാറ്റിക്കലി കമ്പൈലറിന് കൺവേർട്ട് ചെയ്ത് റിയൽ ആക്കിക്കൊണ്ട് ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ദാറ്റ് ഇസ് കോൾഡ് കൊയർഷൻ. അപ്പോൾ കൊയർഷൻ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് കൊയർഷൻ സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് സി, ഫോർട്രാൻ എക്സെട്ര. സിയിൽ കൊയർഷൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഫ്ലോട്ട് എക്സ്പ്രഷൻ മേ ബിക്കം ഡബിൾ, ഷോർട്ട് ഇൻറ്റ് ആൻഡ് ക്യാരക്ടർ മേ ബിക്കം ഇൻറ്റ് എക്സ്പ്രഷൻസ്. ദെൻ നെസസറി അതായത് എൽ എച്ച് എസിലോട്ട് അസൈൻ ചെയ്യുന്ന സമയത്ത് പ്രിസിഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കമ്പൈലർ റിമൂവ് ചെയ്യും. ദാറ്റ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ കൊയർഷൻ ഇൻ സി. Modular and ADA languages does not support coercion. ഇവിടെ കണ്ടോ
കൊയോർഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റും ഉണ്ട് ഇംപ്ലിസിറ്റും ഉണ്ട്. ഇംപ്ലിസിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലർ കൺവേർട്സ് വൺ ഡേറ്റ ടൈപ്പ് ടു അനദർ ഡേറ്റ ടൈപ്പ് ഓട്ടോമാറ്റിക്കലി. ഇംപ്ലിസിറ്റ് ആയിട്ട് കൊയോർഷൻ പെർഫോം ചെയ്യുന്നത് കമ്പൈലർ തന്നെയാണ്. കമ്പൈലർ ഓട്ടോമാറ്റിക് ആയിട്ട് അതങ്ങ് ചെയ്തോളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ സി ഈസ് ഇക്വൽ ടു എ പ്ലസ് ബി, എ ഈസ് ഓഫ് ടൈപ്പ് ഇൻറ്റ് ആൻഡ് സി ആൻഡ് ബി ഈസ് ഓഫ് ടൈപ്പ് റിയൽ. അപ്പോൾ കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ കമ്പൈലർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എനെ കൂടെ അങ്ങ് റിയലിലോട്ട് അങ്ങ് മാറ്റും. റിയൽ ടൈപ്പിലോട്ട് മാറ്റിയിട്ടായിരിക്കും ആ ഒരു കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ implicit conversion. Compiler itself is doing. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷോർട്ട് a equal to 20 int b equal to a. ഇത് ഒരു implicit conversion എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കിക്കേ, a is of type short. then a-ൻ്റെ ആ വാല്യൂവിനെ ഞാൻ എങ്ങോട്ടേക്കാണ് കൊടുത്തത്? ബിയിൽ കൊടുത്തു. b is of type int. അപ്പോൾ ഷോർട്ടിനെക്കാട്ടിയും വലിയ ടൈപ്പാണ് ഇൻറ്റ്. സോ ഇവിടെ ഒരു പ്രോബ്ലം ഒക്കർ ചെയ്യത്തില്ല. സോ അതായത് ഇവിടെ ഡേറ്റ ലോസ് സംഭവിക്കത്തില്ല. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ്റെ അഡ്വാൻറ്റേജ് ആണ് നോ ഡേറ്റ ലോസ്. ഡേറ്റ ലോസ് ഒക്കർ ചെയ്യത്തില്ല. കാര്യം എന്താ? എ ഈസ് ഓഫ് ടൈപ്പ് ഷോർട്ട് ആൻഡ് ബി ഈസ് ഓഫ് ടൈപ്പ് ഇൻറ്റ്. അപ്പോൾ ബിയിലോട്ട് എയുടെ വാല്യൂ എയിലുള്ള വാല്യൂ നമ്മൾ ബിയിലോട്ട് അസൈൻ ചെയ്യുകയാണ്. അതായത് ഒരു ഷോർട്ട് ടൈപ്പിനെ നമ്മളൊരു ലാർജ് ടൈപ്പിലോട്ടാണ് അസൈൻ ചെയ്യുന്നത്. അവിടെ നമുക്ക് ഡേറ്റ ലോസ് വരില്ല. ആ വാല്യൂ അതുപോലെ തന്നെ ഇതിനകത്ത് ബിയിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. That is called implicit type coercion. Explicit type coercion. ഞാൻ പറഞ്ഞല്ലോ, implicit is done by compiler and there is no data loss because നമ്മളൊരു ഷോർട്ട് ടൈപ്പിലുള്ള ഒരു വാല്യൂവിനെയാണ് നമ്മൾ ലോങ് ടൈപ്പിലോട്ട് അസൈൻ ചെയ്യുന്നത്. സോ there is no data loss in implicit. Explicit coercionാകുമ്പോഴത്തേക്ക് അവിടെ ഡേറ്റ ലോസ് ഉണ്ട്. Here in explicit conversion, one type of data is explicitly converted to another type with the help of a predefined function. Predefined ആയിരിക്കും. അത് നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടായിരിക്കും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ പെർഫോം ചെയ്യുന്നത്. അങ്ങനെ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ പെർഫോം ചെയ്യുന്ന കേസിൽ അവിടെ ഡേറ്റ ലോസ് ഉണ്ടാവും. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ ഇൻറ്റ് ടു ഷോർട്ട്. അതായത് ഒരു ഒരു ഇൻറ്റീജർ വാല്യൂവിനെ കൊണ്ട് നമ്മളൊരു ഷോർട്ട് ഇൻറ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ലിമിറ്റ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ആ ഒരു റൂൾ അവിടെ വയലേഷൻ വരുന്നുണ്ട്. സോ ഒരു ലോങ് ഇൻറ്റിലുള്ള ഒരു വാല്യൂവിനെ കൊണ്ട് എനിക്കൊരു ഷോർട്ട് ഇൻറ്റിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് എപ്പോഴും സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യും? വാല്യൂ ഫുൾ എനിക്കിവിടെ ഷോർട്ട് ഇൻറ്റിൽ സേവ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല, സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ വാല്യൂവിൽ ഡേറ്റ ലോസ് അവിടെ ഒക്കർ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലോട്ട് വാല്യൂവിനെ കൊണ്ട് ഞാൻ ഒരു ഇൻറ്റിലോട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 3.6 എന്നുള്ളതായിരുന്നു ഫ്ലോട്ട് വാല്യൂ. അതിനെ കൊണ്ട് ഞാൻ ഇൻറ്റിലോട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റ് എന്ത് മാത്രമേ ഹോൾഡ് ചെയ്യത്തുള്ളൂ? ആ ഇൻറ്റീജർ പാർട്ട്, ഫിക്സഡ് പാർട്ട് ആയ 3 മാത്രമേ ഹോൾഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ ഡേറ്റ ലോസ് ഒക്കർ ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. അപ്പോൾ ഇതാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. അതായത് ഒരു ലോങ് ടൈപ്പിലുള്ള ഒരു വാല്യൂവിനെ കൊണ്ട് ഒരു ഷോർട്ടിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ എക്സ്പ്ലിസിറ്റ്. ഉണ്ടോ? 3.6 എന്ന് പറഞ്ഞൊരു ഫ്ലോട്ട് വാല്യൂവിനെ കൊണ്ടുവന്ന് ഞാൻ ഇൻറ്റിൽ പ്ലേസ് ചെയ്യാൻ നോക്കിയാൽ അത് ഫിക്സഡ് പാർട്ട് മാത്രമേ, 3 എന്ന് പറഞ്ഞ പാർട്ട് മാത്രമേ അത് കീപ്പ് ചെയ്യത്തുള്ളൂ. 0.6 എന്നുള്ളത് എലിമിനേറ്റ് ചെയ്യും. സോ ഡേറ്റ ലോസ് ഒക്കർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. നെക്സ്റ്റ് ഇസ് നോൺ കൺവേർട്ടിംഗ് ടൈപ്പ് കാസ്റ്റ്. നോൺ കൺവേർട്ടിംഗ് ടൈപ്പ് കാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ എടുക്കാം. ഇൻറ്റ് എ ഈസ് ഓഫ് ടൈപ്പ് ഇൻറ്റ്. അപ്പോൾ നോൺ കൺവേർട്ടിംഗ് ടൈപ്പ് കാസ്റ്റിൽ വി ആർ ട്രൈങ് ടു ചേഞ്ച് ദ ടൈപ്പ് ഓഫ് എ വാല്യൂ വിത്തൗട്ട് ചേഞ്ചിങ് ദ അണ്ടർലൈങ് ഇംപ്ലിമെൻറ്റേഷൻ. വി ആർ ട്രൈങ് ടു ചേഞ്ച് ദ ടൈപ്പ് ഓഫ് എ വാല്യൂ. നമ്മൾ ഈ ടൈപ്പാണ് ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻറ്റ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റിന് വേണ്ടി 2 ബൈറ്റ്സ് റിസർവ് ചെയ്യുന്നു, അല്ലേ? റിസർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോൺ കൺവേർട്ടിംഗ് ടൈപ്പ് കാസ്റ്റ് അനുസരിച്ച് ഈ ഇൻറ്റിൻ്റെ ടൈപ്പ് മാറ്റിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ടൈപ്പ് അസൈൻ ചെയ്യാൻ പോവാണ്. ക്യാരക്ടറോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈപ്പ് ആക്കാൻ പോവാണ്. പക്ഷേ എന്തിന് ചേഞ്ച് വരാൻ പാടില്ല? ഈ അണ്ടർലൈങ് ഇംപ്ലിമെൻറ്റേഷൻസ് ആയ മെമ്മറി സ്റ്റോറേജിന് അലോക്കേഷൻ സ്പേസിലൊന്നും യാതൊരു മാറ്റവും വരാത്ത രീതിയിൽ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് നോൺ കൺവേർട്ടിംഗ് ടൈപ്പ് കാസ്റ്റ്. ഫോർ എക്സാമ്പിൾ
ഫ്ലോട്ട് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോട്ടിന് വേണ്ടി ഇപ്പോൾ 4 ബൈറ്റ്സ് സപ്പോസ് 4 ബൈറ്റ്സ് റിസർവ് ചെയ്തിട്ടുണ്ട്. ബൈ യൂസിങ് നോൺ കൺവേർട്ടിംഗ് ടൈപ്പ് കാസ്റ്റ് നമ്മൾ ഈ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ടൈപ്പിനെ മാറ്റി ഇൻറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ബൈറ്റ് അലോക്കേഷൻ ബിറ്റ് അലോക്കേഷൻ ഒന്നും യാതൊരു ചേഞ്ചും വരാത്ത രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് നോൺ കൺവേർട്ടിംഗ് ടൈപ്പ് കാസ്റ്റ്. അപ്പോൾ ജാവയിൽ നമ്മൾ എന്ത് എഴുതിയാലും അതെല്ലാം സ്ട്രിങ് ആയിട്ടാണ് എടുക്കുക. ദാറ്റ് ഈസ് ഓൾസോ an example for non-converting typecast. So non-converting typecast നമ്മളൊരു ടൈപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ whenever we change a type that does not alter the underlying bits. ഫസ്റ്റ് നമ്മൾ എന്ത് ടൈപ്പാണോ കൊടുത്തത് അപ്പം നമ്മൾ എന്ത് മെമ്മറി അലോക്കേഷൻസ് ആണോ അവിടെ റിസർവ് ചെയ്തത് ആ മെമ്മറി അലോക്കേഷൻ റിസർവേഷൻ ഒന്നും യാതൊരു ഓൾട്ടറേഷനും വരാത്ത രീതിയിൽ നമുക്ക് ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് നോൺ കൺവേർട്ടിംഗ് ടൈപ്പ് കാസ്റ്റ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ഇക്വാലൻസ് എന്താണെന്ന് കണ്ടു, ടൈപ്പ് കമ്പാറ്റബിലിറ്റി കണ്ടു, നോൺ കൺവേർട്ടിംഗ് ടൈപ്പ് കാസ്റ്റ് കണ്ടു, ടൈപ്പ് കൊയോഷൻ കണ്ടു, ടൈപ്പ് കൊയോഷൻ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും കണ്ടു. നെക്സ്റ്റ് ഇസ് ടൈപ്പ് ഇൻഫറൻസ്. ടൈപ്പ് ഇൻഫറൻസ് ഇസ് ബേസ്ഡ് ഓൺ സർട്ടൺ റൂൾസ്. വാട്ട് ഇസ് എ ടൈപ്പ് ഓഫ് ആൻ എക്സ്പ്രഷൻ given the types of operands. അതായത് ഇപ്പോൾ E1 + E2 ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ വി ആർ യൂസിങ് ടൈപ്പ് ഇൻഫറൻസ്. അതായത് നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേഷൻ ഇവാലുവേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് വി ആർ യൂസിങ് ടൈപ്പ് ഇൻഫറൻസ്. അതായത് ആ ഒരു എക്സ്പ്രഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്രഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറൻസിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മേ ബി ഡിഫറെൻ്റ് ആകാം, ചിലപ്പോൾ സെയിം ആകാം. സോ അങ്ങനെയുള്ള എക്സ്പ്രഷൻ ഇവാലുവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ടൈപ്പ് ഇൻഫറൻസ്. Then next is type conversion. Type conversion is otherwise called type casting, which changes a value of one type into value of another type. Which changes a value of one type into a value of another. That is called type conversion. So type checking inde ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ ജാവ ടൈപ്പ് ചെക്കിംഗ് ആണ് നോക്കുന്നത്. ജാവ ടൈപ്പ് ചെക്കിംഗ് യൂസസ് സ്റ്റാറ്റിക് ചെക്കിംഗ് അല്ലേ. സോ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എറേഴ്സ് ആണ്. ഇഫ് എ റിക്വയർഡ് ബൂളിയൻ. ഇഫ് ടൈപ്പ് ചെക്കിങ്ങിൽ ഈ എ എന്ന് പറയുന്നത് എയിൽ ആക്ച്വലി വരേണ്ടത് ഒരു ബൂളിയൻ ആണ്. ഇറ്റ് ഷുഡ് റിട്ടേൺ ചെയ്ത് ട്രൂ ഓർ ഫോൾസ്, അതാണ് റിക്വയർഡ്. പക്ഷേ ടൈപ്പ് ചെക്കർ ഫൗണ്ട് ഔട്ട് ചെയ്തിരിക്കുന്ന എറർ എന്ന് പറഞ്ഞാൽ ആസ് ഫ്ലോട്ട്. സോ ഇവിടെ നമുക്ക് ഇവിടെ വേണ്ടിയിരുന്നത് ബൂളിയൻ ആയിരുന്നു. ദെൻ വേറൊരു എറർ കണ്ടോ, എറർ ഇൻകോമ്പാറ്റബിൾ ടൈപ്സ് റിട്ടേൺ സിയിൽ ഒരു എറർ കാണിച്ചു. അതെന്താണ്? ഹിയർ ദ ഫംഗ്ഷൻ എഫ് ഇസ് ഓഫ് മെയിൻ ഇൻറ്റ്. അപ്പോൾ റിട്ടേൺ ചെയ്യേണ്ട എന്താണ്? ഒരു ഇൻറ്റീജർ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഫൗണ്ട് ഇൻറ്റ് അറേ, അതാണ് അവിടുത്തെ എറർ. സോ ഇങ്ങനെയുള്ള എറേഴ്സാണ് ആര് കണ്ടുപിടിക്കുന്നത്? ടൈപ്പ് ചെക്കർ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ കമ്പൈലറിൻ്റെ ഒരു മൊഡ്യൂളാണ് ടൈപ്പ് ചെക്കർ എന്ന് പറയുന്നത്. കണ്ടോ, ഫസ്റ്റ് എറർ എന്തായിരുന്നു? ഇഫ് എ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി എ ബൂളിയൻ, ബട്ട് ഇവിടെ എറർ വന്നത് ഫ്ലോട്ട് എന്നാണ്. ടൈപ്പ് ചെക്കർ കണ്ടുപിടിച്ച എററാണ്. ഇറ്റ് ആസ് എ ഫ്ലോട്ട്. ദിസ് ഇസ് എറർ. ദെൻ റിട്ടേൺ സി അനദർ എറർ. വേറൊരു ഇൻകമ്പാറ്റബിൾ ടൈപ്പിന് ഒരു എററായിരുന്നു റിട്ടേൺ സി. റിട്ടേൺ സി ഈസ് ഓഫ് ടൈപ്പ്, ഇവിടെ എഫ് എന്ന് പറഞ്ഞത് ഈസ് ഓഫ് ടൈപ്പ് ഇൻറ്റ്. സോ റിട്ടേൺ ചെയ്യേണ്ടത് ഒരു ഇൻറ്റീജർ ടൈപ്പാണ്. പക്ഷെ ഇവിടെ ഇൻറ്റീജർ ടൈപ്പ് റിട്ടേൺ ചെയ്യുന്നതിന് പകരം ഇവിടെ റിട്ടേൺ ചെയ്തത് ഇൻറ്റ് അറേ ആയിരുന്നു. സോ ദാറ്റ് ഈസ് അനദർ എറർ വിച്ച് ഈസ് ഫൗണ്ട് ഡ്യൂറിങ് ടൈപ്പ് ചെക്കിംഗ്.